അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തുകൊണ്ടായി കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. മരണത്തെ രുചി നോക്കാത്ത ഒരു ശരീരവും ഇന്ന് ലോകത്തില്ല. മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ മരുന്ന് മാത്രമേ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ജീവിക്കാതിരിക്കുക എന്നൊരു മരുന്നല്ലാതെ ഒരു മരുന്നും അതിനില്ല. ഈ ആധുനിക യോഗത്ത് നാം ജീവിക്കുമ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൂടെയും അതേപോലെ മൊബൈലിലൂടെയും മറ്റൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന മഹല്ലിൽപ്പെട്ട, ഇന്ന തറവാട്ടിൽപ്പെട്ട ഇന്നാലിന്ന വ്യക്തി ഇന്ന സമയത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നാം മൊബൈലിൽ കാണാറുണ്ട്, അനൗൺസ് കേൾക്കാറുണ്ട്, നമ്മളോട് മറ്റൊരാൾ പറയാറുണ്ട്. മുഅ്മിനുകളെ, നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഇതേപോലെ ഒരു ദിവസം എന്നെ കുറിച്ച്, ആരെ കുറിച്ച്? നാം ഓരോരുത്തരെ കുറിച്ചും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന വ്യക്തി ഇന്ന സമയത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്ന അനൗൺസുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ പരക്കും. എന്നിട്ട് എന്നെ എന്റെ വീട്ടിന്റെ പ്രധാന റൂമിന്റെ ഒരു ഭാഗത്ത് ഒരു കട്ടിലിൽ കിടത്തിക്കൊണ്ട് വെള്ള തുണി പൊതിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും പരിസര സ്ഥാപനത്തിലുള്ള മഹല്ലിലെ മുതഅല്ലിമീങ്ങളൊക്കെ എന്നെ വന്നിട്ട് കാണും. എന്നിട്ട് എനിക്ക് വേണ്ടി ഫാത്തിഹയും യാസീനും ഓതി ആ മുതഅല്ലിമീങ്ങളും അവിടുത്തെ നാട്ടുകാരും എനിക്ക് വേണ്ടി ദുആ ചെയ്യും. അല്പസമയം കഴിഞ്ഞാൽ എന്റെ മയ്യത്ത്, എന്റെ ജനാസ കുളിപ്പിച്ച് എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും എന്നൊരു ചിന്ത നാം ഓരോരുത്തരും തന്റെ നഫ്സിനോട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, വമാ തദ്രി ബിനഫ്സിൻ ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യന്റെ മരണം ഏത് സമയത്ത്, എവിടെ വെച്ച്, എപ്പോൾ വരുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ആ സാധ്യമല്ലാത്ത ഒരു മരണമായാണ് നാം നടക്കുന്നത്. നാം എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്റെ ഉപ്പ 60-70 വയസ്സ് വരെ ജീവിച്ചു, അല്ലെങ്കിൽ എന്റെ ഉമ്മ 90 വയസ്സ് വരെ ജീവിച്ചു, എന്റെ ജ്യേഷ്ഠൻ 60 വയസ്സ് വരെ ജീവിച്ചു, അതുകൊണ്ട് എനിക്കും 60 വയസ്സ് വരെ ജീവിക്കാമല്ലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്, വമാ തദ്രി ബിനഫ്സിൻ ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യന്റെ മരണം ഏത് സമയത്ത് എപ്പോൾ വരുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ സഹോദരിമാരോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം എപ്പോഴും ഇന്ന് മരിക്കാനുള്ളവരാണ്. അല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ മരിക്കേണ്ടവളാണ് എന്ന ചിന്തയോടുകൂടെ ഓരോരുത്തരും മുന്നോട്ട് നടക്കണം. നമ്മുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തിലുടെയോ വയസ്സിനോട് നാം തുല്യം ചെയ്താൽ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നാം എപ്പോഴും ചിന്തിച്ചു നോക്കുക, നമ്മളോടൊപ്പം ഇന്ന് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 10ലും ഒക്കെ പഠിച്ചിരുന്ന എത്രയോ സഹപ്രവർത്തകർ ഇന്ന് 6 അടി മണ്ണിലാണ്. നാളെ ചിലപ്പോൾ നാമും ആകും എന്നൊരു ചിന്ത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ഉണ്ടായി ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അംറും ബിൽ മഅറൂഫ് വനഹി അനിൽ
മുൻകർ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത ഒരു ജീവിത ശൈലി നമ്മളിൽ കൊണ്ടുവരണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കരുത്. നിങ്ങളുടെ ഔറത്തിന്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം അന്യപുരുഷൻ കാണുന്ന രൂപത്തിൽ നിങ്ങൾ റോട്ടിലൂടെ പൊതുസ്ഥലത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ എത്രയോ പുരുഷന്മാർ നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മുടിയിലേക്ക്, നിങ്ങളുടെ കയ്യിൽ നോക്കിക്കൊണ്ട് നിങ്ങളെ മനസ്സുകൊണ്ടും കൽബുകൊണ്ടും നിങ്ങളെ വ്യഭിചാരത്തിന് ഇരയാക്കുമ്പോൾ അതിൻ്റെയൊക്കെ കാരണക്കാർ നാം ആണ് എന്നൊരു ചിന്ത എൻ്റെ സഹോദരിമാരുടെ കയ്യിൽ വേണം. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് ഈ പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയിൽ ആത്മാർത്ഥമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു കാരണവശാലും അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്ത് വെളിവാക്കിക്കൊണ്ട്, മുടി വെളിവാക്കിക്കൊണ്ട്, ശരീരഭാഗം ഒഴിവാക്കിക്കൊണ്ട് കാണുന്ന രൂപത്തിലുള്ള നടത്തം പൂർണ്ണമായും ഒഴിവാക്കുക. എങ്കിൽ ആരൊക്കെ നിന്നെ കാണുന്നോ, നീ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പുരുഷനല്ല, രണ്ട് പുരുഷനല്ല, 10 അല്ല 100-ലധികം പുരുഷന്മാർ നിന്റെ ശരീരത്തിലേക്ക് നോക്കി നിന്റെ മനസ്സുകൊണ്ട് നിന്നെ വ്യഭിചരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കുറ്റക്കാരി നീയാണെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വെച്ച് ജീവിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കേണ്ടവളാണ് എന്ന ബോധത്തോടുകൂടെ മാത്രം എൻ്റെ സഹോദരിമാർ നടക്കണം. എൻ്റെ ഉപ്പമാരോട്, എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹറാമായ മാർഗങ്ങളിൽ നിന്ന് തീർത്തും ഞാൻ മാറി നിൽക്കണം. എത്രയോ പുരുഷന്മാർ, 170-ലേറെ പുരുഷന്മാരും ഇന്ന് ലഹരി ഉപയോഗിക്കുന്നവരാണ്. ലഹരി എന്ന് പറഞ്ഞാൽ വെറും കള്ളു കുടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കൾ ശരീരത്തിൽ അടിച്ചു കയറ്റുന്നതോ മാത്രമല്ല ലഹരി എന്നുള്ളത്. ലഹരി എന്നത് ഇന്ന് പുരുഷന്മാരുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന പാൻപരാഗ് ആൻസ് പോലത്തെ സാധനം സ്ഥിരമായി നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടു നടക്കുന്നു. അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. നാം എപ്പോഴും നമ്മളെക്കാൾ മേലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ നാം കുറ്റം പറയാറുണ്ട്. ഏതുപോലെ തണ്ടും കൈ ഇല്ലാത്തവർ ചെറുവിരലില്ലാത്തവരെ കുറ്റം പറയുന്നത് പോലെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, പാൻപരാഗും ആൻസ് പോലത്തെ ലഹരി വസ്തുക്കൾ മറ്റു ലഹരിയെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ, ഒരു കാരണവശാലും അത്രയും ലഹരിയിലേക്ക് നിങ്ങൾ പോകരുത്, അത്രയും ഹറാമിലേക്ക് നിങ്ങൾ പോകരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച അംറും ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, അല്ലാഹു ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ഇഖ്ലാസോടുകൂടെ കൃത്യമായി 5 വഖത്ത് നിസ്കരിച്ച് ഹറാം കാണാതെ, ഹറാം കേൾക്കാതെ, ഹറാമിലേക്ക് നടന്നു പോകാതെ, ഹറാം കൈകൊണ്ട് പ്രവർത്തിക്കാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നാം എപ്പോഴും മരണത്തിന് തയ്യാറായി നടക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക്